ഇന്ത്യൻ ജാതി മേൽക്കോയ്മ അതിൻ്റെ ചാവേറുകളായിട്ട് എന്നും അധസ്ഥിത ജനതയെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2002 ഗുജറാത്ത് വംശഹത്യയിൽ ചാവേറുകളായി ഉപയോഗിച്ചതിൽ വലിയൊരു വിഭാഗം ഇന്ത്യയിൽ അധസ്ഥിത ജനതയാണ്. ഈ അധസ്ഥിത ജനത കൈവിട്ടു പോയാൽ വലിയ നഷ്ടമായിരിക്കും ഇന്ത്യൻ ബ്രാഹ്മണിക് ജാതി മേൽക്കോയ്മക്ക്. അതുകൊണ്ട് എന്നും അവരെ പ്രലോഭിപ്പിച്ചും മോഹിപ്പിച്ചും കൂടെ നിർത്തണം. അത് കൂടെ നിർത്താൻ ഏറ്റവും നല്ല ഒരു ഐക്കണാണ് അംബേദ്കർ. RSSനെ അംഗീകരിച്ചിരുന്നു എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുക. അംബേദ്കറുടെ കൃതികൾ നമ്മുടെ മുമ്പിലുണ്ട്, അംബേദ്കറുടെ ജ്വലിക്കുന്ന ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്, അംബേദ്കർ നടത്തിയ ഇടതടവില്ലാത്ത ഇടപെടലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് മൂന്നും വെച്ചിട്ട് ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷെ നമുക്ക് കണ്ടെത്തണ്ട, അവർക്ക് കണ്ടെത്താൻ പറ്റും. അവർക്ക് ശ്രീനാരായണ ഗുരുവിനെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റും, അംബേദ്കറെ ചേർക്കാൻ പറ്റും, പട്ടേലിനെ ചേർക്കാൻ പറ്റും. പട്ടേൽ ചില ഘട്ടങ്ങളിൽ ബ്രാഹ്മണിക ഹിന്ദുമതത്തോടും സംഘപരിവാറിനോടും സൗഹൃദം പങ്കുവച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം തന്നെയാണ് ഇതിനെ നിരോധിക്കുന്നതിലും ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിക്കുന്നതിലും ഗാന്ധിവാദത്തിൽ സവർക്കറിൻ്റെയും ഈ സംഘടനയുടെ ഒക്കെ പങ്ക് വിളിച്ചു പറയുന്നതിലും ഒക്കെ പ്രധാന പങ്ക് വഹിച്ചത്